മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയ അതുല്യ നേട്ടത്തിനിടയിൽ ക്രിസ്തുവിശ്വാസം പരസ്യമായി പ്രഘോഷിച്ച് നിക്കറാഗൻ സ്വദേശിനി ഷീനീസ് പാലാസിയോസ്. ദൈവമേ നന്ദി എന്ന് ഞാൻ പറയുമ്പോൾ ഈ കിരീടം എന്റേതല്ല, മറിച്ച് അവിടുത്തേതാണെന്നും 23 വയസ്സുള്ള ഷീനീസ് പാലാസിയോസ് പറയുന്നു. എൽ സാൽവത്തോറിൽ വെച്ചാണ് പാലാസിയോസ് മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയത്. മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ നിക്കറാഗോക്കാരി കൂടിയാണ് പാലാസിയോ. 2020 മിസ് വേൾഡ് നിക്കറാഗോ, 2023 മിസ് നിക്കറാഗോ പട്ടവും പാലാസിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 90 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മാറ്റുരച്ച മത്സരത്തിലാണ് പാലാസിയോസിന്റെ കിരീട നേട്ടം. നിക്കറാഗൻ ഭരണകൂടം കത്തോലിക്ക സഭയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ പാലാസിയോസ് ഈ നേട്ടം കൈവരിച്ചതെന്നതും ശ്രദ്ധേയമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം അവൾക്ക് പ്രചോദനമായെന്നും ഞാനൊരു ക്രിസ്ത്യാനിയാണ്, കത്തോലിക്ക വിശ്വാസിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് എനിക്ക് ആശ്വാസം തരുന്ന ഏകമാർഗമെന്നും ഷീനീസ് പങ്കുവച്ചു. തങ്ങളുടെ രാജ്യം യഥാർത്ഥ സ്വതന്ത്ര രാജ്യമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് പാലാസിയോസ് തന്റെ അഭിമുഖം അവസാനിപ്പിച്ചത്. ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കീഴിൽ കടുത്ത മതപീഡനമാണ് നിക്കറാഗയിലെ ക്രൈസ്തവർ അനുഭവിച്ചു വരുന്നത്. എസ്തയിലെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായ മോൺസന്യൂർ റൊണാൾഡോ അൽവാരസിനെ 26 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചതിനു പുറമെ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സമൂഹം ഉൾപ്പെടെ നിരവധി സന്യാസിനികളെയും രാജ്യത്തു നിന്ന് പുറത്താക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനായ ന്യൂസ്.